നമസ്കാരം. മാന്യ സുഹൃത്തുക്കളെ, എയർ ഇന്ത്യയുടെ മലബാർ മാറാപ്പ് എന്ന വിമാനത്തിൽ കയറിയിട്ടുള്ള നിൽക്കുന്നതും ഇരിക്കുന്നതുമായ എല്ലാ യാത്രക്കാരെയും കപ്പിത്താൻ കുഞ്ഞിക്കോമുവിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ലീഡർ കുഞ്ഞിപ്പാത്തുമ്മ. മോശം കാലാവസ്ഥ കാരണവും കൂടാതെ ഞങ്ങൾക്ക് ദുബായിലുള്ള ഞങ്ങളുടെ മോനെ കാണാൻ വേണ്ടിയും കൂടി ഒരു 4 ദിവസം വൈകിയാണ് മടങ്ങാൻ കഴിഞ്ഞത്. വൈകിയതിന് മാപ്പ് ചോദിക്കുന്നു. 45 കൊല്ലം മുമ്പ് ഈ വിമാനം എന്റെ വാപ്പ മൂപ്പർക്ക് സ്ത്രീധനമായി കൊടുത്തതായിരുന്നു. അന്ന് ഇവൻ പുലിയായി. ഇന്ന് അന്നത്തെ പോലെ കൂട്ടിയാൽ കൂടില്ല. ഈ വിമാനം നമ്പർ 981 കോഴിക്കോട്ടേക്കാണ് പറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അവിടെ എന്നെത്തുമെന്ന ഒരു ഉറപ്പും തരാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ യാത്ര അവസാനിപ്പിക്കുമെന്ന് കരുതാം. മാത്രവുമല്ല, വേണ്ടുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ പണ്ടാറടങ്ങാനും അവസരം കിട്ടിയെന്നും വരാം. എല്ലാവരോടും വിശ്രമിക്കാനും യാത്ര ആസ്വദിക്കാനും താല്പര്യപ്പെട്ടുകൊള്ളുന്നു. എയർ ഇന്ത്യ വല്ലാത്ത ഗുരുത്വമുള്ള ഒരു സാധനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇക്കാലം അത്രയും ഇക്കോലത്തിലൊക്കെ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചിട്ടും ഇപ്പോഴും ആളുകൾ ഇതിൽ തന്നെ കയറുന്നുവെന്നത് വല്ലാത്തൊരു വേണ്ടുക തന്നെയാണ്. കഴിഞ്ഞ 45 കൊല്ലത്തെ പറക്കലിനിടയിൽ വെറും 72 ചെറിയ അപകടങ്ങൾ മാത്രമേ ഈ വിമാനത്തിനുണ്ടായിട്ടുള്ളൂ എന്ന വസ്തുത നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട സുരക്ഷാ ഏർപ്പാടുകളാണുള്ളത്. യഥാർത്ഥത്തിൽ എയർ ഇന്ത്യയുടെ സുരക്ഷാ നിലവാരം വളരെ മികച്ചതാണെന്നതിനാൽ തീവ്രവാദികൾക്ക് പോലും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുവാൻ ഭയമാണ്. കാരണം തട്ടിക്കൊണ്ടുപോവാമെന്ന് വിചാരിച്ചാൽ തന്നെ ഏതൊക്കെ വയറുകളാണ് എവിടെയൊക്കെ കൊടുത്തിരിക്കുന്നതെന്നോ എങ്ങനെ ഈ സാധനം പറപ്പിക്കുമെന്നോ കുഞ്ഞിക്കോമുകാക്കല്ലാത്ത ഒരു മഹ്ലൂക്കിനറിയില്ല. ഇതേവരെയായി എയർ ഇന്ത്യയിൽ യാത്ര ചെയ്തവരിൽ 30% പേർക്കെങ്കിലും അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന വസ്തുത നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. വിമാനം പൊങ്ങിയാൽ ഉടനെ തന്നെ ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുന്നതായിരിക്കും. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഛർദ്ദിക്കാൻ വേണ്ടി സഞ്ചിയും ഉടനെ തന്നെ വിതരണം ചെയ്യുന്നതിനാൽ തറയിൽ ഛർദ്ദിക്കുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഞങ്ങളുടെ യന്ത്രത്തിന്റെ ശബ്ദം നിങ്ങളെ അലോസരപ്പെടുത്തുന്നുവെങ്കിൽ യന്ത്രം ഓഫ് ചെയ്യാവുന്നതേയുള്ളൂ. നിങ്ങളുടെ ഭൂമിയിലേക്കുള്ള വീഴ്ച സന്തോഷപ്രദവും ഓർമ്മിക്കാവുന്നതുമായിരിക്കാനായി ഞങ്ങൾ ഓസിന് മദ്യവും വടയും നൽകുന്നതായിരിക്കും. ഇന്ന് പെരുന്നാൾ പ്രമാണിച്ച് കഞ്ഞിയും ചമ്മന്തിയും വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകമായി ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്തെങ്കിലും അത്യാഹിതങ്ങൾ വരുന്ന സമയത്ത് ആരെങ്കിലും പറയുന്നത് കേട്ട് സീറ്റിന് മുകളിൽ ഓക്സിജൻ മാസ്ക് തിരയാനോ അതും ഇതും പിടിച്ചു വലിക്കാനോ തുനിയരുത്. അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് എവിടെയും കാണാൻ വഴിയില്ല. മാത്രവുമല്ല, കണ്ടതൊക്കെ പിടിച്ചു വലിച്ച് അതെല്ലാം തലയിൽ കൂടി പൊളിഞ്ഞു വീഴാൻ ഇടയാക്കാതെ എങ്ങനെയെങ്കിലും പുറത്തേക്കെടുത്ത് ചാടാൻ ശ്രമിക്കുക. വിശ്വാസികളല്ലാത്ത മാന്യ യാത്രക്കാർക്കായി ദൈവം ഉണ്ടെന്നറിയാനുള്ള സൗകര്യം ഒരുക്കുന്ന ഏക വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ എന്ന് ഓർക്കുക. ടെലിവിഷനിൽ നിന്നും കട്ട് പിടിച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ഇന്ന് വിമാനത്തിൽ സിനിമ ഉണ്ടായിരിക്കുന്നതല്ലെന്ന വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. എന്നാലും സിനിമാ ഭ്രാന്തന്മാരായ ഞങ്ങളുടെ യാത്രക്കാർക്ക് വേണ്ടി എമിറേറ്റ്സ് എയർലൈൻസിന്റെ തൊട്ട് വലതുവശത്തു കൂടി പറക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ഇടതുവശത്തുള്ള ജനലിലൂടെ അവരുടെ സിനിമ കാണാമെന്ന് സമാധാനിക്കാം. വിമാനത്തിൽ പുകവലി അനുവദനീയമല്ല. അഥവാ അകത്തു നിന്നും വല്ല പുകയും കാണുകയാണെങ്കിൽ അത് വേഗത കുറയ്ക്കാനുള്ള മുന്നറിയിപ്പാണെന്ന് മനസ്സിലാക്കുക. വഴിയിൽ എന്തെങ്കിലും പ്രത്യേക കാഴ്ചകളോ സ്ഥലങ്ങളോ കണ്ടാൽ നേരെ ചൊവ്വെ കാണാനായി ഞങ്ങൾ ഒന്നുകൂടി അടുപ്പിച്ച് പറപ്പിക്കാനായി ശ്രമിക്കാം. ഞങ്ങൾക്കും കാണാമല്ലോ. ചിലപ്പോഴൊക്കെ കുഞ്ഞിക്കോമുകാക്ക ഇത്തരം ചിലതിന്റെയൊക്കെ മീതെ കൂടിയും പറത്തിയിട്ടുണ്ട്. മുമ്പൊരിക്കൽ എയർപോർട്ടിന്റെ മുകളിൽ ആരോ കെട്ടിയ ഒരു പച്ചക്കൊടി കണ്ട് റൺവേ ആണെന്ന് തെറ്റിദ്ധരിച്ച് കുഞ്ഞിക്കോമുകാക്ക വിമാനം അവിടെ ഇറക്കാൻ ചെന്ന കഥ നിങ്ങളൊന്നും മറന്നു കാണില്ല. അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് അത് ടെർമിനൽ ബിൽഡിംഗ് ആണെന്ന്. എന്റെ മക്കളുടെ ഭാഗ്യമെന്നേ പറയേണ്ടു, അന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. ദയവായി ഇരിക്കുക. വിമാനം ഉയരുമ്പോൾ സീറ്റ് നേരെയാക്കി വെക്കുക. സീറ്റ് ബെൽറ്റ് കെട്ടുക. അഥവാ ആർക്കെങ്കിലും സീറ്റ് ബെൽറ്റ് കിട്ടിയില്ലെങ്കിൽ അവനവന്റെ അരയിലുള്ള ചരടോ ബെൽറ്റോ സീറ്റിലേക്ക് പിടിച്ചു കെട്ടുക. ആർക്കെങ്കിലും സീറ്റ് തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എയർ ഹോസ്റ്റസുമായി ബന്ധപ്പെടാൻ മടിക്കരുത്. നിങ്ങളെ തന്നെ പിടിച്ച് നിങ്ങളുടെ പെട്ടിയിൽ എങ്ങനെ ബന്ധിപ്പിക്കാമെന്നവർ പറഞ്ഞു തരുന്നതായിരിക്കും.
കൊല്ലങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകുന്ന നിങ്ങൾക്കായി കുഞ്ഞിക്കോമു സാഹിബിന്റെ വക ചില വസിയത്തുകൾ കൂടിയുണ്ട്. എയർ ഇന്ത്യയിലാണ് നിങ്ങൾ നാട്ടിൽ പോകുന്നതെങ്കിൽ എയർപോർട്ടിൽ നിന്നും കയറിയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ലീവ് കണക്ക് കൂട്ടാൻ പാടുള്ളൂ എന്ന് നിങ്ങളുടെ ഓഫീസിൽ പറഞ്ഞു വെക്കുക. കോഴിക്കോട് ചെന്നിറങ്ങിയതിനു ശേഷം മാത്രം വീട്ടിൽ നിന്നും ആരെങ്കിലും വന്നാൽ മതിയെന്ന് വീട്ടിലും പറഞ്ഞു വെക്കുന്നതും നന്നാവും. മിക്കവാറും ആരും വരേണ്ടി വരില്ല. കല്യാണം, മരണം, പ്രസവം എന്നിത്യാദി അടിയന്തര ഘട്ടങ്ങളിൽ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പിന്നീട് വിമാന കമ്പനിയെ കുറ്റപ്പെടുത്തരുത്. കാരണം സമയത്തിനെത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നതിന്റെ കുറ്റം മറ്റാരുടെയും തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ ലീവ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരാഴ്ച മുമ്പെങ്കിലും മടങ്ങാൻ ശ്രമിക്കുക. സമയത്തിനെത്തിയാൽ ലീവ് ബാക്കിയുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും എടുക്കാം. അല്ലാതെ താമസിച്ച കാരണത്താൽ ജോലി പോയെങ്കിൽ വിമാനത്തിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടാവില്ല. നമ്മുടെ കുഞ്ഞിക്കോമു സാഹിബിന്റെ പ്രായവും വിമാനത്തിന്റെ പഴക്കവും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന സേവനം തന്നെ വളരെ മെച്ചപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ചില സമയങ്ങളിൽ കുഞ്ഞിക്കോമു സാഹിബിന്റെ മാലക്കണ്ണ് കാരണം വിമാനം ഇറങ്ങാനും കയറാനും താമസിക്കുകയാണെങ്കിൽ താമസ സൗകര്യവും മറ്റും ചോദിച്ച് അലമുറയിടാതെ വിരിച്ചു കിടക്കാനായി കൂടെ ഒരു പായ കൂടി കൊണ്ടുവരാൻ മറക്കാതിരിക്കുക. ഇത്തരം അവസരങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈയിടെയായി കോഴിക്കോട് വിമാനത്താവളം അക്കോലത്തിൽ വലുതാക്കിയതെന്ന് മനസ്സിലാക്കുക. കുഞ്ഞിക്കോമുകാക്ക എത്ര പെടാപ്പാട് പെട്ടാണ് ഈ സാധനം കോഴിക്കോട് ഇറക്കി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. അതുപോലെ തന്നെ കണ്ടതിനും കേട്ടതിനുമൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ടിക്കറ്റിന് ചാർജ് കൂടുതലാണെന്ന മുറവിളി ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയില്ല, ഇപ്പോൾ തന്നെ ഞങ്ങൾ എടുക്കുന്ന ചാർജ് കുറവാണ്. ജീവനുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നതിലേറെ ഞങ്ങൾക്ക് താല്പര്യം മയ്യത്ത് കൊണ്ടുപോകുന്നതിലാണ്. കാരണം ജീവനുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയാൽ ഒരു സാധാരണ ടിക്കറ്റിന്റെ വില മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ ഒരു മയ്യത്താണെങ്കിൽ പെട്ടിയടക്കമുള്ള തൂക്കത്തിന്റെ കാശ് ഞങ്ങൾക്ക് കിട്ടും. തൂക്കമുള്ള മയ്യത്താണെങ്കിൽ വിശേഷമായി. പേര് കേട്ട കഷാപ്പുകാരുടെ തറവാട്ടിൽ പിറന്ന കുഞ്ഞിക്കോമു സാഹിബിന് തൂക്കിയെടുക്കലും കൊടുക്കലും ജന്മന ഉള്ള ഒരു ശീലമായതിനാൽ അത് പെട്ടെന്ന് മാറ്റാനും പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ചാർജ് കുറക്കാനായി മുറവിളി കൂട്ടുന്നത് കൊണ്ട് കുഞ്ഞിക്കോമു സാഹിബിന് കാര്യമായ ഒരുക്കമൊന്നും ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇന്ത്യൻ എയർലൈൻസിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. അവർ കുറഞ്ഞ ടിക്കറ്റിൽ ആളെ കയറ്റിയും പറഞ്ഞ സമയത്ത് വിമാനം ഓടിച്ചും ഞങ്ങൾക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കിയിരുന്നു. അവസാനം ഞങ്ങളെല്ലാവരും കൂടി ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു തീരുമാനത്തിലെത്തി. ഇപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ കൂടിയപ്പോൾ ഞങ്ങൾക്ക് സമാധാനം. ഇനി അവരുടെ ശല്യം ഉണ്ടാകും. ഇപ്പോഴത്തെ പുതിയ ഭീഷണി കോഴിക്കോട് എയർപോർട്ടിലാണ്. മറ്റു വിമാന കമ്പനികൾക്ക് കൂടി ഇറങ്ങാൻ സമ്മതം കൊടുക്കണമെന്ന ആവശ്യവുമായി പലരും കോഴിക്കോട് വന്നു പോകുന്ന വിവരം ഞങ്ങൾ അറിയുന്നു. ആവുന്ന രീതിയിലൊക്കെ കുഞ്ഞിക്കോമുകാർക്ക് അതിന് പാര പണിയുന്നുമുണ്ട്. എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, മലബാറുകാർക്ക് അന്തം വെക്കുന്നതുവരെ ഞങ്ങൾക്ക് തൊഴിൽ നടത്താം. അപ്പോഴേക്കും കുഞ്ഞിക്കോമുകാർക്കാണെങ്കിലും എന്റെയും കാലം കഴിയുകയും ചെയ്യും. വീണ്ടും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ ധൈര്യം കാണിച്ച നിങ്ങളുടെ ഒഴുക്കിനെ ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ശുഭയാത്ര.